എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ ആ ബോധം വരുമ്പോൾ ആദ്യം നമ്മുടെ കൈ പോകുന്നത് തന്നെ അങ്ങോട്ടേക്കാണ്. ഓക്കേ, ഐ ഗോട്ട് ഇറ്റ്. ഒരു ക്രഷ് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ട്? ഐ ഹാഡ് എ ക്രഷ്. ഓക്കെ. ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. ബട്ട് ഇതിപ്പോഴും ആർക്കും അറിയില്ല കേട്ടോ, പബ്ലിക്കായിട്ട് റിവീൽ ചെയ്യുന്നത് ആദ്യമാണ്. ജാൻമണിദാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ്. നമുക്ക് ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാനുള്ള അവകാശമില്ല, അത് തെറ്റാണ്. ബിക്കോസ് എൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത് അത് ഡിക്ലെയർ ചെയ്യണോ, എൻ്റെ സെക്ഷുവാലിറ്റി ഡിക്ലെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. LGBTQIA+നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് അപ്പുറത്തെ വർക്കിൽ ഇങ്ങനെയാണെന്ന് പറയുന്നു. ഇറ്റ്സ് ഇരട്ടത്താപ്പെന്ന് നമ്മൾ പറയും. നിന്ദിക്കുന്നവരെയും സ്തുതിക്കുന്നവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. +2 കഴിഞ്ഞപ്പോഴത്തേക്കും ലൈഫ് പെട്ടെന്നൊരു ട്വിസ്റ്റ് ആയിരുന്നു. എൻ്റെ ലൈഫിലെ എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുത്ത സമയത്തും ദ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് അമ്മയായിരുന്നു. ദൈവമേ, എനിക്ക് എന്താ ഇങ്ങനെ, ഞാൻ അവരെ പോലെ അല്ലല്ലോ, അവരൊക്കെ എന്നെ കളിയാക്കുന്നില്ലേ, എനിക്ക് എന്നെ നല്ല വഴിക്ക് നടത്തണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ട്രാൻസ്വുമന്റെ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ ഇത്രയധികം നെഗറ്റീവ് കമന്റ്സ് വരുന്നത്? വിമർശിക്കുകയല്ല ചെയ്യണത്, പച്ച തെറി പറയുക ചെയ്യണത്. നാണം കെട്ടും പണം നേടുകിൽ നാണക്കേട, പണം മാറ്റിടും എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് റെസ്പെക്ട് നമ്മളോടില്ലേ. സോ ആ റെസ്പെക്റ്റിന് നമ്മൾ കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോ ഓഫ് കോഴ്സ് എന്നെ പോലെയുള്ള ഒരു വാല്യൂ ഉള്ള ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ കാണുമ്പോൾ എല്ലാം വഴക്കാണെന്ന്. എന്നെ ട്രാൻസ്വുമൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ ഇഫ് ഐ എം കംഫർട്ടബിൾ, ഓക്കെ. ഓക്കെ. ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ, ഓക്കെ. ഹായ്, ഹലോ, ദിസ് ഇസ് സൂരജ് ഹിയർ. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇത് ആണിന്റെയും പെണ്ണിന്റെയും ലോകമല്ല, കഴിവിന്റെ ലോകമാണ്. ഇത് പറയാൻ ഭയങ്കര ഈസിയാണ്, പക്ഷെ ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. അങ്ങനെ ഇത് ലൈഫിൽ അപ്ലൈ ചെയ്ത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹെവി ജോയിനിങ് വിത്ത് ഒരാൾ, ഒരു ആക്ടിവിസ്റ്റ് ആണ്, ഒരു റൈറ്ററാണ്, ഒരു ടീച്ചറാണ്, ലൈക്ക് ഒരു ഓൾറൗണ്ടറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഹെവി ജോയിനിങ് വിത്ത് അദ്രജ പണിക്കർ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു. എനിക്കറിയാം ഭയങ്കര തിരക്കാണ്, കാരണം ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ റൈറ്ററാണ്, ആക്ടിവിസ്റ്റ് ആണ്, കുറെ ഡിപ്പാർട്ട്മെന്റിൽ ഭയങ്കരമായിട്ട് മറ്റുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇതൊക്കെ കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു മാം? മാനേജ് ചെയ്തല്ലേ പറ്റുള്ളൂ ലൈഫ്. സോ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതല്ലേ. സോ കിട്ടുന്ന, കാരണം നോട്ട് എവറി വൺ ഗെറ്റിംഗ് ഓൾ ദീസ് ഓപ്പർച്യൂണിറ്റീസ്. സോ വാട്ട് വി ഗെറ്റ് വി ഹാവ് ടു യൂട്ടിലൈസ് ദാറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ മാമിന് എപ്പോഴും നോക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നത്. ലൈക്ക് ആസ് എ ഡാൻസർ ആണോ ഇഷ്ടം? എല്ലാം സ്പെഷ്യൽ ടു ഹാർട്ടാണ് നമുക്കറിയാം, പക്ഷെ വെരി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓൾവേസ് സ്റ്റേജ് ആണ് സ്പെഷ്യൽ. സ്റ്റേജ്, ആ സ്റ്റേജിൽ നിൽക്കുന്നതാണ് ഒരു, ഇറ്റ്സ് ലൈക്ക് ആത്മസംതൃപ്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, സാറ്റിസ്ഫാക്ഷൻ. ഭയങ്കര ഹാപ്പി നിൽക്കുന്ന സമയത്ത്. ഓക്കെ. അതുപോലെ തന്നെ കുറെ സ്ഥലത്തോട്ട് പ്രോഗ്രാമിന് പോകുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കേരളത്തിലായാലും ഔട്ട്സൈഡ് കേരളത്തിലായാലും മുംബൈയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഹൗ മാനേജിങ് ഓൾ ദീസ് തിങ്സ് ആക്ച്വലി? കാരണം നമുക്ക് മെന്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ആക്ടിവിസ്റ്റ് ആവുന്ന സമയത്ത്, വർക്കിന് പോകുന്ന സമയത്തായിരിക്കും അവിടെ നിന്ന് കോൾ വരുന്നത്, അത് മാനേജ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൂടി എങ്ങനെ ലൈക്ക് വർക്ക് പ്രഷർ എന്തായാലും ഉണ്ടായിരിക്കും, പക്ഷെ സ്റ്റേജിലോട്ട് കയറുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ, അതെങ്ങനെ ഹൗ യു മാനേജിങ് ഓൾ ദാറ്റ് തിങ്? അല്ല, സ്റ്റേജ് ഓൾവേസ് സ്റ്റേജ് ഗിവ് യു ദിസ് പോസിറ്റീവ് വൈബ്. വാട്ട് എവർ ഹാപ്പൻസ് ഔട്ട്സൈഡ്, നമുക്ക് എന്ത് സ്ട്രെസ്, ഫാമിലി ഇഷ്യൂസ്, പ്രൊഫഷണൽ ഇഷ്യൂസ്, വാട്ട് എവർ നമ്മൾ പുറത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ സ്റ്റേജിലേക്ക് എൻ്റർ ആകുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് വേറൊരു ഫീലാണ്. സോ നമ്മളവിടെ വി ആർ എവറിത്തിങ്. ബിക്കോസ് എല്ലാവരും നമ്മളെയാണ് കാണുന്നത്. സോ നമ്മളാണ് അവിടുത്തെ സ്പെഷ്യൽ. സോ ആ ഒരു പോസിറ്റീവ് വൈബ് തന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോകും, ലൈവ്ലി ആക്കുന്നുണ്ട് സീരിയൽ നിൽക്കുമ്പോൾ അല്ലെ. വളരെ ചെറുപ്പം മുതൽ ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഇരിക്കുന്നതും എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ ഫസ്റ്റ് ഒക്കെ ഏത് ഏജിലാണ് ഒരു ഡാൻസ് കളിക്കണം എന്ന് തോന്നി, ഒരു ഡ്രീം ഉണ്ടായിരുന്നത്? ഓക്കെ, ഐ നീഡ് ടു ബി എ ഡാൻസർ എന്ന് തോന്നിയത്? ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ഡാൻസ് പ്രൊഫഷൻ ആക്കണമെന്ന ഒരു ഐഡിയയേ ഇല്ല. ഓക്കെ. സോ ഡാൻസ് പഠിച്ചു, ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഘട്ടത്തിൽ ഡാൻസ് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ലൈക്ക് ഒരു +1 +2 ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാലഘട്ടം വരെയും ഡാൻസ് ഒരു പ്രൊഫഷൻ ആക്കണം എന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് മലയാളം ലാംഗ്വേജ് ആയിരുന്നു. ഓക്കെ. അതായത്
ഒരു കോളേജ് ലെവലില് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ, ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ളതായിരുന്നു ഒരു ഡ്രീം. പ്ലസ് എഴുതുക, മാക്സിമം എഴുതുക, ഒരു സാഹിത്യ മേഖലയിൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ സമയം വരെയുള്ള ആഗ്രഹം. ബട്ട് +2 കഴിഞ്ഞപ്പോഴത്തേക്കും ലൈഫ് പെട്ടെന്നൊരു ട്വിസ്റ്റ് ആയിരുന്നു. സോ ദാറ്റ് ട്വിസ്റ്റ് ലീഡ്സ് മീ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള അത് ലീഡ് ചെയ്ത് കൊണ്ടെത്തി. കുറെ റൈറ്റപ്സ് ചെയ്യുന്ന ഒരാളാണ്, റൈറ്റിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. അത് ലിറ്ററേച്ചർ മലയാളം നല്ല രീതിക്ക് എഴുതുന്നതാണ്. ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് മാമിന്റെ, എനിക്ക് ഇഷ്ടമാണ്, നല്ല രസമുണ്ട് വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാനായിട്ട്. സോ മാമിന് എങ്ങനെ എന്തെങ്കിലും മൂഡ് വരുമ്പോഴാണ് എഴുതുന്നത്? നമുക്ക് ഒരു വിഷം വരുമ്പോൾ അങ്ങനെ ചില റൈറ്റേഴ്സിന് അങ്ങനെയാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. സോ മാമിന് എങ്ങനെയാ റാൻഡംലി വന്ന് എഴുതുന്നതാണോ അതോ കുറേ ദിവസം അതിനെപ്പറ്റി ഇങ്ങനെ പ്രിപ്പയർ, ഓക്കെ ഇതിങ്ങനെ ഇങ്ങനെ എഴുതാം അങ്ങനെ എഴുതി പോകുന്നതാണോ? ഇല്ല, ഞാൻ പല മേഖലയിൽ എഴുതാറുണ്ട്. ഒന്ന് ലിറിസിസ്റ്റ് ആണ് ഞാൻ. ഡാൻസ് ഫീൽഡിൽ ഡാൻസ് ലിറിക്സ് എഴുതുന്ന ഒരു ലിറിസിസ്റ്റ് ആണ്. സോ ദാറ്റ് ബേസ്ഡ് ഓൺ വർക്ക്. എങ്ങനെയാണോ നമ്മളെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നത്, ഒരു ഡാൻസർ കൊറിയോഗ്രാഫർ അപ്രോച്ച് ചെയ്യുന്നു, എഴുതുന്നു, അവർ പറയുന്ന കൺസെപ്റ്റിന് എഴുതി കൊടുക്കുന്നു. ദെൻ ക്രിട്ടിക് റൈറ്റിംഗ് ചെയ്യാറുണ്ട് ഞാൻ. ഡാൻസ് പെർഫോമൻസിന് ക്രിട്ടിക്സ് എഴുതാറുണ്ട്, വിച്ച് ഇസ് നോട്ട്, എന്താണ്, കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ ബേസ്ഡ് ഒക്കെ നമ്മൾ നോക്കിയാൽ മെയിൻ സ്ട്രീം സ്റ്റേജസിലുള്ള ആർട്ടിസ്റ്റുകളുടെ ക്രിട്ടിക്സ് എഴുതാറുണ്ട്. കേരളത്തിലില്ല. സോ ഫസ്റ്റ് ആയിട്ട് ഞാനായിരുന്നു അത് എഴുതി തുടങ്ങിയത്, ഞാനാണത് പ്രചരിപ്പിച്ചത് കേരളത്തിൽ. സോ അങ്ങനെ ക്രിട്ടിക്സ് എഴുതാറുണ്ട്. പിന്നെ എഴുതുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സട്ടിൽ സാധനങ്ങളാണ്. പെട്ടെന്ന് തോന്നുന്ന ചിന്തയുടെ പുറത്ത് പെട്ടെന്ന് തോന്നുന്ന ഐഡിയാസ് എഴുതുന്നതാണ്. അത് മിത്തോളജിക്കൽ കാര്യങ്ങൾ എഴുതാറുണ്ട്. മിത്തോളജിക്കൽ കാര്യങ്ങളെ ഒരു കണ്ടംപററി സ്റ്റൈലിൽ നിന്നുകൊണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നിട്ട് അങ്ങനെ എഴുതാറുണ്ട്. പിന്നെ അല്ലാണ്ട് ചെറിയ ചെറിയ കവിതകൾ എഴുതാറുണ്ട്. സാമൂഹികപരമായ കാര്യങ്ങളിൽ വിമർശനങ്ങൾ എഴുതാറുണ്ട്. സോ പല മേഖലയിലാണ് എഴുത്ത്. സോ ഈ വിമർശനം എഴുതുമ്പോൾ തന്നെ എന്തായാലും നമുക്കൊരു ഒരു കോയിന് രണ്ട് സൈഡുള്ള പോലെ നെഗറ്റീവ് പോസിറ്റീവ് എന്തായാലും വരും. സോ എപ്പോഴെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് കോമന്റ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ നല്ലപോലെ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്. സോ ഒരു ക്രിട്ടിസൈസ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും എനിക്കത് വേണ്ടായിരുന്നു, അത് ചെയ്തത് മോശമായി, അങ്ങനെ എപ്പോഴെങ്കിലും റിഗ്രറ്റ്? ഇല്ല. ഐ ആം എ ക്രിട്ടിക് ഹൂ ക്രിട്ടിക്സ് ഇൻ എ പോസിറ്റീവ് വേ. ഓക്കെ. സോ നമുക്ക് രണ്ട് രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാമല്ലോ. ഇൻ എ നെഗറ്റീവ് വേ, ഇൻ എ നെഗറ്റീവ് വേ അതൊരു റൂഡായ രീതിയിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. ബട്ട് ഐ ആം ലൈക്ക് ഓക്കെ, എന്താണ് അതിലെ പോസിറ്റീവ് കാര്യങ്ങൾ, അത് കൺവേ ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. എല്ലാ കാര്യങ്ങളിലെയും ഈവൻ ഒരു ബാഡ് കമന്റ് വരുന്നുണ്ടെന്ന് വിചാരിച്ചാൽ ആ ബാഡ് കമന്റിന് റിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇൻ എ പോസിറ്റീവ് വേ. സോ നമ്മൾ അതിന് നെഗറ്റീവ് വേയിൽ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ തമ്മിൽ വ്യത്യാസം ഇല്ലാണ്ടാവില്ല. സോ ദാറ്റ് ഇസ് മൈ വേ ഓഫ് റിപ്ലൈ ഇൻ എ പോസിറ്റീവ് വേ, ബട്ട് സ്പോട്ട് ഓൺ. അവർക്ക് അത് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ലവ്ലി ടു നോ. അതുപോലെ തന്നെ ലൈക്ക് റീസെന്റ് ടൈമില് ഒരു ന്യൂസ് ചാനലിൽ വന്ന് ഒരു സംഭവം ലൈക്ക് നിങ്ങളല്ല നമ്മൾ ഭയങ്കര വൈറലായി സോഷ്യൽ മീഡിയ മൊത്തം. ആക്ച്വലി നല്ലൊരു സംഭവം പറഞ്ഞത്. ആക്ച്വലി പെട്ടെന്ന് ലൈക്ക് ആ ന്യൂസ് പ്രസന്റർ ആണെങ്കിൽ കൂടി ലൈക്ക് ഓക്കെ ഞാനത് വിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹൗ ദാറ്റ് പോസിറ്റീവ്? മേ ബി അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അവിടെ ദേഷ്യം വന്ന് ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ മേ ബി അവിടെ ഇരിക്കുന്നത് അഗ്രസീവ് ആവാം. പക്ഷേ യു ബീൻ വെരി കൈൻഡ്, ഭയങ്കര പോസിറ്റീവ്. ഇപ്പൊ പറയുന്ന പോലെ ഭയങ്കര പോസിറ്റീവ്. എങ്ങനെ ഒരു പോസിറ്റീവ് അവർ എപ്പോഴും കൊണ്ടു നടക്കുന്നു? എപ്പോഴും പോസിറ്റീവ് ആവാൻ പറ്റില്ല. ദർ ഇസ് നെഗറ്റീവ് ഷെയ്ഡ് ഇൻ എവ്രിവൺ. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. സോ നമ്മള് അഗ്രസീവ് ആവാറുണ്ട് അറ്റ് എ മൊമെന്റ്. ബട്ട് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും അഗ്രസീവായിട്ട് കാര്യമില്ല. വി ഹാവ് ടു ടീച്ച് ദം. ഡെഫിനറ്റ്ലി. അതാണ് ഏറ്റവും, ബിക്കോസ് ഐ ആം ആൻ എഡ്യൂക്കേറ്റർ, ഐ ആം എ ടീച്ചർ. സോ ഞാൻ എല്ലാവരെയും ടീച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം പഠിപ്പിക്കുക എന്നുള്ളതല്ല, ബട്ട് ഇപ്പോൾ ഒരു കാര്യം ഞാനൊരു തെറ്റായി കണ്ടു, സോ ഇൻ എ ഗുഡ് വേ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ അതിലപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും വി ഹാവ് ടു, നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആടിക്കറക്കുന്ന മാടിനെ ആടിക്കറക്കണം, പാടിക്കറക്കുന്ന മാടിനെ പാടിക്കറക്കണം, ആടിക്കറക്കുന്ന മയിലിനെ ആടിക്കറക്കണം. അങ്ങനെ. സോ എങ്ങനെയാണോ നമ്മൾ അവരെ ഡീൽ ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യണം. അങ്ങനെ പോയാൽ അടിപൊളിയായിട്ട് നല്ല പോസിറ്റീവ് എന്തെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും. ആൻഡ് യു ഓൾവേസ് പറഞ്ഞിട്ടുണ്ട് ബീങ് എ ട്രാൻസ് വുമൻ ഈസ് മൈ കോൺഫിഡൻസ്. എവറി മൊമെന്റ് എവറി സ്റ്റേജ് കിട്ടുന്ന എല്ലാ സ്റ്റേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ടോക്ക് ചെയ്യുകയാണെങ്കിലും അവർ ചോദിക്കുമ്പോൾ ഓൾവേസ് ആ കോൺഫിഡൻസിൽ പറയുന്നുണ്ട്. പക്ഷെ ഐ ഹവ് സീൻ മെനി ട്രാൻസ് വുമൻ അവർക്ക് അവരുടെ ഐഡന്റിറ്റി
അവർ എന്നെ ട്രാൻസ്മെൻ എന്ന് വിളിക്കേണ്ട, കോൾ മീ, എന്നെ ലേഡി എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്, കുറെ പേര് അങ്ങനെ പറയുന്നില്ല. സോ വാട്ട്സ് യുവർ വ്യൂ ഓൺ ദാറ്റ്? ആക്ച്വലി അങ്ങനെ പറയുന്ന ആൾക്കാർ അവരവരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്നെ ട്രാൻസ്വുമൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ ഇഫ് ഐ എം കംഫർട്ടബിൾ, ഓക്കെ. ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. സോ അവരവരുടെ കംഫർട്ട് സോൺ, ബിക്കോസ് അതിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന, നിയമം തരുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള ഒരു സ്വന്തം വ്യക്തിത്വം എന്താണോ ആ വ്യക്തിത്വത്തിൽ ജീവിക്കാനും അതിനനുസരിച്ച് അഭിസംബോധന ചെയ്യപ്പെടാനും എല്ലാ രീതിയിലുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. സോ നമുക്ക് വി കാൺ ക്രിട്ടിസൈസ് ദം, ബിക്കോസ് ഞാൻ ട്രാൻസ്വുമൻ ആണെന്ന് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് യു ഹാവ് ടു അങ്ങനെ തന്നെ ചെയ്യണം. അവരുടെ ഇഷ്ടമാണ്. അതെ. അതുപോലെ തന്നെ റീസെന്റ് ടൈമില് ജാൻമണി ഒരു ഇന്റർവ്യൂല് ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ്, നോട്ട് റിവീൽ, പേര് പറയുന്നില്ല, ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ ഐഡന്റിറ്റി ഇതാണ് എന്ന്, ലൈക്ക് ഹീസ് എ ഗേ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഷീസ് ലൈക്ക് ഒരു ഹ്യൂമിലേറ്റിംഗ് രീതിക്ക് ക്രിട്ടിസൈസിങ് ആണ് ഒരു ആളെ. ഇങ്ങനെ അവന്റെ ഐഡന്റിറ്റി പുറത്ത് പറയുന്നില്ല, നിങ്ങൾ ഐഡന്റിറ്റി ഗേ ആണെങ്കിൽ, ലെസ്ബിയൻ ആണെങ്കിൽ നിങ്ങൾ ഓപ്പൺ അപ്പായി സംസാരിക്കണം, അങ്ങനെയാണ്. അത് അടിച്ചേൽപ്പിക്കലാണ് ആക്ച്വലി. ഒരു പരിധി വരെ അല്ല, നമുക്ക് നോക്കുമ്പോൾ വളരെ ഹ്യൂമിലേറ്റിംഗ്, നമുക്ക് വ്യൂസിനെ തന്നെ നമുക്ക് തോന്നും വൈ ഷീസ് ലൈക്ക് ഇങ്ങനെ തോന്നും. അതൊക്കെ കാണുമ്പോൾ ആസ് എ ലൈക്ക് ഒരു ആക്ടിവിസ്റ്റ് ആണ്, ഒരു അത്യാവശ്യം ഒരു ഫെയിം ഉള്ള ഒരാളാണ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിക്ക് അതൊക്കെ കാണുമ്പോൾ വാട്ട്സ് യുവർ റെസ്പോൺസ് ഓവർ ദാറ്റ് മാം? എന്റെ റെസ്പോൺസ് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാനുള്ള അവകാശമില്ല. ഐ എം എ സെലിബ്രിറ്റി, സോ ഐ ക്യാൻ ടെൽ എനിത്തിങ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഓക്കെ, സോ ഇഫ് ജാൻമണി ദാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ്, അത് തെറ്റാണ്. ബിക്കോസ് എൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത് അത് ഡിക്ലെയർ ചെയ്യണോ, എൻ്റെ സെക്ഷുവാലിറ്റി ഡിക്ലെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. സോ എൻ്റെ സെക്ഷുവാലിറ്റി ഇതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ I'll say അതീസ് ഐ വിൽ നോട്ട്. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം നിങ്ങൾ പറയുന്നത് സമൂഹത്തിനെ പരിവർത്തനപ്പെടുത്തണം എന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ഞാനൊരു ട്രാൻസ്വുമൻ ആണ്, യു ഹാവ് ടു അക്സെപ്റ്റ് ട്രാൻസ്വുമൻ, ട്രാൻസ്ജെൻഡർ പീപ്പിളിനെ അക്സെപ്റ്റ് ചെയ്യണം, LGBTQIA+നെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അപ്പുറത്തെ വർക്കിൽ ഇങ്ങനെയാണെന്ന് പറയുന്നു. ഇറ്റ്സ് ഇരട്ടത്താപ്പെന്ന് നമ്മൾ പറയും. സോ ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ് അല്ല. മാമിനനുസരിച്ച് കറക്റ്റ് അല്ല. പൊതുവെ അങ്ങനെ അല്ല, കറക്റ്റ് അല്ല. ഇറ്റ്സ് കറക്റ്റ് അല്ല. ബിക്കോസ് നമ്മളെയൊക്കെ കാണുന്ന ഒരുപാട് പേരില്ലേ, അപ്പൊ നമ്മളെ കാണുന്ന ആൾക്കാരിലേക്ക് നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓൾവേസ് ദ വേർഡ്സ് വി കം ഔട്ട് ഓഫ് ഫ്രം അവർ മൗത്ത് ഹാസ് ടു ബി റെസ്പോൺസിബിൾ. വെറുതെ എന്തെങ്കിലും നമുക്ക് പറയാൻ പാടില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ജീവിക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. എവ്രി വൺ ഹാസ് എ ഫോൺ, വീഡിയോ ആണ്, സോഷ്യൽ മീഡിയയിലാണ്. എപ്പോഴും അങ്ങനെ ഇരിക്കണം, അലേർട്ട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇറ്റ്സ് നോട്ട് അലേർട്ട്, റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മൾ പൊതുസമൂഹത്തിൽ നിന്നൊരു കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറെ എല്ലാവർക്കും മനുഷ്യർക്ക് ഇടയിലുള്ളതാണ്, ജലസ് ഉണ്ട്, ഈഗോ പ്രശ്നങ്ങളുണ്ട്. സോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അങ്ങനെ പലർക്കും അങ്ങനെ കുറെ ക്ലാഷുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാമിന്റെ ഒരു വ്യൂ എന്തായിരിക്കും അതിനെപ്പറ്റി? കാരണം അത് ആവശ്യമാണ് അങ്ങനെ, കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പോയാലാണ് നമുക്ക് നന്നായിരിക്കും, ലോകം അങ്ങനെ നന്നായി പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ക്ലാഷ് ഉണ്ടാവുന്നു, പരസ്പരം അങ്ങോട്ട് പറയുന്നു, സോ കോൾ കുലസ്ത്രീ എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ വിഷമാണോ അതോ മാമിന് ഇങ്ങനെ കൺഫ്യൂസിങ് ആണോ? എന്താണ് ഇവർ ഇങ്ങനെ? ഏത് മാമിന്റെ ചോദിക്കുകയാണെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് മാമിന്റെ ഒരു ഫീൽ എങ്ങനെയാ? സി, വേൾഡ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി wow, not. Okay, ഇവിടെ എല്ലാം ഉണ്ട്. അതെ, there is people support you, people who നിങ്ങളെ വലിച്ച് താഴെ ഇടാനുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ സമ്മിശ്രമായിരിക്കണം. ബിക്കോസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ 10 പേര് ഉണ്ട് വെച്ചാല് നമ്മൾക്കെതിരെ നെഗറ്റീവ് പറയാനും നമ്മളെ താഴേക്ക് വലിക്കാനും ആൾക്കാർ വേണം. ദെനുള്ളി നമുക്ക് ആ ഒരു എനർജി എടുത്ത് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫ്രം മൈ ഓൺ പീപ്പിൾ. അത്തരം അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഐ കൺസിഡർ ഇറ്റ് ആസ് ഓക്കെ, ഐ ഷോ യു. യെസ്. സോ ഇപ്പൊ റീസെന്റ് തന്നെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആൻഡ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തെரியപ്പെടുത്തൽ, അക്നോളജ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലേ? എല്ലാവരും നമ്മൾ
ഞാനായാലും സൂരജ് ആയാലും ഒക്കെ അക്നോളജ് ചെയ്യപ്പെടുക, ആൾക്കാരിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അക്നോളജ് ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. സോ കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. ആൻഡ് ഐ ഫീൽ സോ ബാഡ്. ആൻഡ് പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ തിരിച്ചുള്ള റിപ്ലൈ എങ്ങനെയായിരുന്നു വെച്ചാൽ, റീസെൻ്റ്ലി ഐ ഹാവ് പെർഫോംഡ് ഇൻ ത്രിഭംഗി നാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ വിച്ച് കണ്ടക്റ്റഡ് ബൈ കേരള സംഗീത നാടക അക്കാഡമി. ആൻഡ് ആ ഒരു ഫെസ്റ്റിവലിൻ്റെ എൻ്റെ ബൈറ്റ് റിപ്പോർട്ടഡ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുപരി ദ മിനിസ്റ്റർ ഹെർസെൽഫ്, ഡോക്ടർ ആർ ബിന്ദു മിനിസ്റ്റർ ഹെർസെൽഫ് എന്താണ് എൻ്റെ പേര് മെൻഷൻ ചെയ്തു ഇൻ ഹർ ഉദ്ഘാടന ഇനാഗുറേഷൻ പ്രസംഗത്തിൽ എൻ്റെ പേര് മെൻഷൻ ചെയ്തു ദാറ്റ് അദ്രിജ ഇസ് പെർഫോമിംഗ് ടുമോറോ, എല്ലാവരും കാണാൻ വരണം, ഷീ ഇസ് സച്ച് എൻ വണ്ടർഫുൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മിനിസ്റ്റർ addressing your name. Yes. So that itself definitely അത് മാത്രം മതി നമുക്ക് അല്ലേ? അതെ. So people will എന്താണ് നിങ്ങളെ താഴേക്ക് വലിക്കാൻ നോക്കും. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഒരു നിങ്ങളുടെ പാത്ത് ഇസ് കറക്റ്റ്, നിങ്ങൾ പോകുന്ന വഴി കറക്റ്റ് ആണെങ്കിൽ എവറിത്തിങ് കം എന്താ നന്നായിട്ട് തന്നെ വരും, ആ വഴിയിൽ തന്നെ വന്ന് ചേരും എന്ന് പറയുന്ന പോലെ അല്ലേ? അതുപോലെ തന്നെ ഈ മാമിന് ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരനെ ഹേറ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ സക്സസ് കണ്ടിട്ട് ഈ ഹേറ്റേഴ്സ് മാമിന്റെ അടുത്തോട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ വലിയ ബോധേടാവുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് തുല്യ നിന്ദ സ്തുതിർ മൗനിഹി എന്ന് പറയും. അതായത് നിന്ദിക്കുന്നവരെയും സ്തുതിക്കുന്നവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. സോ ഞാൻ അങ്ങനെയാണ്. എന്നെ വന്നിട്ട് വാവ് അദ്രിജ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന ഒരാളും എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ് ചെയ്യണത്. അദ്രിജയെ പറ്റിയിട്ട് മോശം പറയുന്ന ഒരു വ്യക്തിയും എന്നെ സംബന്ധിച്ച് നല്ലതാ ചെയ്യണത്. ഇൻ വൺ വേ ഓർ അനദർ വേ എനിക്ക് നല്ലതാ ചെയ്യണത്. ബിക്കോസ് ഞാൻ അതിൽ നിന്ന് കുറച്ചുകൂടി യെസ്. സോ എനിക്കതിൽ ഞാൻ ബോധേഡാവുന്ന ഒരു വ്യക്തിയെ അല്ല. ഓൺലി നമുക്ക് നമ്മുടെ കാര്യം അങ്ങനെ അതാണ് ബെറ്റർ ആയിരിക്കുന്നത് തോന്നുന്നു ഇപ്പോഴും. ബട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയത്ത് യു ഹാവ് ടു ടോക്ക്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു അനുഭവം ഇവിടെ പറഞ്ഞില്ലേ, അതെ, ഞാനത് വേറെ ആരോടും ഡിസ്കസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ സമയത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ബിക്കോസ് നമ്മുടെ വേർഡ്സിന് വാല്യൂ ഉള്ളിടത്ത് മാത്രം സംസാരിക്കുക, അല്ലാത്തടത്ത് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. സൈലൻസ് അവിടെ ഇനഫാണ്. അതെ അതെ, സൈലൻസ് സ്പീക്സ് എ ലോട്ട് വേർഡ്. ആൻഡ് നേരത്തെ പറഞ്ഞ +1 +2 അത് ആ സമയത്താണ് ഡാൻസ്. പക്ഷെ ഡെഫിനറ്റ്ലി ചെറിയ പ്രായം മുതലേ യു നോ ഓക്കെ ലൈക്ക് എനിക്കൊരു സ്ത്രീ ആവണം, അതെന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. സോ അത് ആ അറിഞ്ഞ സമയത്ത് കൺഫ്യൂസിങ് ആയിരുന്നു ആ ഒരു ഏജിൽ. ആ സമയത്ത് ഇങ്ങനെ ഇത് ആരോട് പറയും, ഞാൻ ഇത് എങ്ങനെ അങ്ങനെ ബോധഡ് അതൊന്നും കുറെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ബോധഡ് ആയിരുന്നില്ല. ലൈക്ക് ഞാൻ വളരെ കൂളായിട്ടാണ് പോയത്. സോ അദ്രജ ആസ് എ പേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ ഹൗ വാസ് യുവർ ജേർണി, ചൈൽഡ്ഹുഡിലെ ജേർണി? ഞാൻ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ, കൺഫ്യൂസ്ഡ്. ഞാൻ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശരിക്കും ഓക്കെ, അയ്യോ ദൈവമേ എനിക്ക് എന്താ ഇങ്ങനെ, ഞാൻ അവരെ പോലെ അല്ലല്ലോ, അവരൊക്കെ എന്നെ കളിയാക്കുന്നില്ലേ, എന്നെ നല്ല വഴിക്ക് നടത്തണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് നോ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറയണത് ഒരു 10-11 വയസ്സിലെ കാര്യമാണ് പറയണത്. സോ എനിക്കറിയില്ല എന്താ എന്നിൽ സംഭവിക്കണത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കണത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ലല്ലോ. സോ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു കളിയാക്കലുകൾ അത് സഹിക്കാൻ പറ്റാത്തൊരു മൊമെന്റിൽ നമ്മൾ ഓക്കെ നമുക്ക് ഇനി ഇങ്ങനെ അഭിനയിക്കാം, വളരെ മാസ്കുലിനായിട്ട് അഭിനയിക്കാം എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. ഈ അഭിനയിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ലൈക്ക് ഫുള്ളി ഡ്രെയിൻഡ് ആവും. നമ്മൾ മെന്റലി ഇമോഷണലി നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാവും. ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയും. സോ എന്താണ് നമ്മളിൽ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സുമായിട്ട് മാച്ച് ആവുന്നില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളല്ലാതെ സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ സൂരജിനോട് വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല കോൺഫിഡന്റ് ആയിട്ട്, ഉള്ളിലേക്ക് വലിഞ്ഞ് ഇങ്ങനെ അഭിനയിച്ച് അപ്പൊ നമ്മളല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ. അവിടെ നിന്നാണ് ഓക്കെ എനിക്ക് എന്താ സംഭവിക്കണതെന്ന് എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഞാനൊരു 5 വർഷത്തോളം ഒരു പഠനം നടത്തി ഇതിനെ പറ്റിയിട്ട്. ഓക്കെ എനിക്ക് എന്താണ് സംഭവിക്കണത്, ബയോളജിക്കലി എന്താണ് സംഭവിക്കണത്, ഇമോഷണലി ഇത് എന്താണ് സംഭവം എന്ന് ഞാനൊരു 5 വർഷത്തോളം അതിനെപ്പറ്റി പഠിച്ചു. ദെൻ ഓൺലി ഐ കെയിം ഔട്ട്.
പുറത്ത് As a വന്നു trans woman, yes. എല്ലാം പഠിച്ച് സ്വയം തന്നെ ക്ലിയർ ഔട്ട് ചെയ്തിട്ടില്ല വന്നല്ലേ. സോ ആ സമയത്ത് ഏതെങ്കിലും ഫ്രണ്ട്സോ ലൈക്ക് നമുക്കൊരു ഓക്കെ എന്നെ പോലെ ഞാൻ മാത്രമല്ല ആ സമയത്തൊക്കെ ഇപ്പൊ എന്ന് പറയുന്നത് ആൾക്കാർ ഓപ്പൺ അപ്പായി പറയുന്നുണ്ട്. പക്ഷെ മാമിന്റെ ആ ഒരു കുറച്ച് വിന്റേജ് ടൈം ആണല്ലോ, അതുകൊണ്ട് തന്നെ ആൾക്കാർ ഓപ്പൺ അപ്പായി പറയാൻ കുറച്ച് പേടിയായിരുന്നു ആൾക്കാർക്ക്. സോ ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ടോ ഒരു സപ്പോർട്ടറോ അങ്ങനെ ഫസ്റ്റ് ഒരു ഫ്രണ്ട് ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും മാമിന്റെ ലൈഫിലോട്ട് വന്ന്? Of course, my mother. ഡെഫിനറ്റ്ലി Yes. Because എൻ്റെ ലൈഫിൽ എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുത്ത സമയത്തും ദ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് അമ്മയായിരുന്നു. ചെയ്, നമുക്ക് നോക്കാം. ബിക്കോസ് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഡാൻസ് പ്രൊഫഷനാക്കി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് സെർച്ച് ചെയ്ത് പോവാം എന്ന് മറ്റുള്ള അമ്മമാരും പറയുന്ന ഒരു ഘട്ടത്തില് അമ്മ പറഞ്ഞു യു ഗോ ഇറ്റ്, ചെയ്യ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ വാസ് ലൈക്ക് ഞങ്ങൾക്ക് ഒരു നല്ലൊരു അച്ഛനായിരുന്നില്ല. ആ സമയത്ത് പോലും അമ്മ എൻ്റെ ഒപ്പം നിന്നു എന്നുള്ളതാണ്. ദെൻ അത് കഴിഞ്ഞ് കമൗട്ട് ആവുന്ന സമയത്തും ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ കൺസേൺഡ് ആയിരുന്ന ഒരു വിഷയം അബൌട്ട് ദിസ് സർജറി ആൻഡ് എവറിത്തിങ്. അതെ, ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും സർജറി ചെയ്ത് കഴിഞ്ഞാൽ. ബിക്കോസ് ആ സമയത്ത് ഒരുപാട് ഇഷ്യൂസ് സർജറി ബേസ് ചെയ്ത് നടക്കുന്ന സമയമാണ്. അപ്പൊ അതിനെ കുറിച്ച് അമ്മ കൺസേൺഡ് ആയിരുന്നു. സോ ഇല്ല, ഞാൻ ഐ എഡ്യൂക്കേറ്റ് ഹർ ഇങ്ങനെയാണ് എന്ന്. ഓക്കെ ആയിരുന്നു. നൗ ഷീ ഈസ് വിത്ത് മീ. ആൻഡ് അമ്മ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നത് കൊണ്ട് തന്നെ ദ എൻറ്റയർ ഫാമിലി, ബിക്കോസ് എൻ്റെ ഫാമിലി ഈസ് ഹ്യൂജ്, വലിയ ഫാമിലി ആണല്ലേ. കീഴതിയിൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫാമിലിയാണ്. അപ്പോ അവിടെ ഒരുപാട് അമ്മാവന്മാര്, പോറ്റി മാമച്ചി എന്ന് നമ്മൾ പറയാം, അതായത് അമ്മയുടെ അമ്മാവന്മാര്, വല്യമ്മമാര്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. എവ്രി വൺ ലൈക്ക് എന്റെ കൂടെ നിൽക്കാണ് ബിക്കോസ് അമ്മയുള്ള കാരണം. അമ്മയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഫാമിലി കൂടെ ഉണ്ടായിരിക്കോ? നെവർ. അത് അറിയാം. യെസ്, ഐ നോ. ബിക്കോസ് ഓഫ് ഹർ, ഓൺലി ബിക്കോസ് ഓഫ് അമ്മ അല്ലേ. സർജറി കഴിഞ്ഞിട്ട് അമ്മയുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്തായാലും. അതായത് അമ്മ ഞാൻ കമൗട്ട് ആവുന്നതിന് മുമ്പ് സർജറി ചെയ്യുന്നതിനെ കുറിച്ച് കൺസേൺഡ് ആയിരുന്നത് പോലെ കമൗട്ട് ആയതിനു ശേഷം സർജറി ചെയ്യണം എന്നുള്ള ഒരു പോസിറ്റീവായിട്ട് കൂടെ നിന്നതും അമ്മയായിരുന്നു. ഓക്കെ, സർജറി കഴിഞ്ഞിട്ട് ഷി വാസ് ലൈക്ക് ഹാപ്പി ആയിരുന്നു. ഓക്കെ, ബിക്കോസ് പ്രത്യേകിച്ച് തട്ടുകേടുകളൊന്നും ഇല്ലാണ്ട് സർജറി ചെയ്തു വന്നു. ഞാൻ ആഗ്രഹിച്ച സർജറി ചെയ്യാൻ പറ്റി, അത് നല്ല രീതിയിൽ പോയി എന്നൊക്കെ ഉള്ളപ്പോൾ ഷീസ് ഹാപ്പിയാണ്. പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഷുവർ ദാറ്റ് നിങ്ങൾക്ക് എന്ന് പറയുന്നത് നിങ്ങളല്ല, ലൈക്ക് ഈ സർജറി ചെയ്ത് കഴിയുന്ന ആൾക്കാർക്ക് പറയുന്നത് ന്യൂ ബർത്ത് ആണ്. ഓരോ ദിവസവും ഹോർമോൺസ് എടുക്കുന്നു, ലൈക്ക് ഹെയർ വളരുന്നു, ബോഡി പാർട്സ്, പുതിയ ബോഡി പാർട്സുകൾ വരുന്നു. ഇറ്റ്സ് ലൈക്ക് അത് ഭയങ്കര ഒരു പുതിയൊരു റെജുവിനേഷൻ പോലത്തെ ഒരു ആ ഒരു പ്രോസസ് ഭയങ്കര എല്ലാ ട്രാൻസ്മെന്നാണെങ്കിലും വിമൻ ആണെങ്കിലും അത്ര സ്പെഷ്യലാണ്. വെരി സ്പെഷ്യൽ. ഹൗ അത് എങ്ങനെ അതിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു? കാരണം ഇത്രയും കാലം ആഗ്രഹിച്ചതിലോട്ട് എത്തുന്നു നമ്മൾ. ആ ഒരു ഹാപ്പിനെസ് എങ്ങനെ? അതായത് ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ ആ ബോധം വരുമ്പോൾ ആദ്യം നമ്മുടെ കൈ പോകുന്നത് തന്നെ അങ്ങോട്ടേക്കാണ്. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. യെസ്. ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നമ്മൾ അമ്മമാര് കുഞ്ഞിനെ കാണുന്ന അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഈ ഒരു ഫീൽ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ആ ഫീൽ എന്ന് പറയുന്നത് ഇസ് ലൈക്ക് നമ്മൾ ലോകത്തെല്ലാം നേടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ? സോ ആ ഫീലായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഈ പെയിൻ ഒന്നും നമുക്ക് നമ്മൾ ആ സന്തോഷത്തിൽ അറിയില്ല. ദെൻ ആഫ്റ്റർ ഈ ഒരു സർജറിയുടെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ണാടിയിലേക്ക് നമ്മുടെ ശരീരം നോക്കുമ്പോൾ ലൈക്ക് വാവ്, യു ലുക്ക് ഗുഡ്. ദാറ്റ് ഫീൽ ഇസ് ഇൻഡെലിബിൾ അല്ലേ, മായ്ക്കാനാവാത്തൊരു ഫീൽ അല്ലേ. അതിപ്പോഴും മനസ്സിലുണ്ടെല്ലാരും അല്ലെ, സ്റ്റിൽ ഇപ്പോഴും when you look at yourself in mirror and wow, like that, അങ്ങനത്തെ ഒരു ഫീൽ ആണല്ലേ. ഇതിന്റെ ഹോർമോൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ടൈം പീരീഡ് ഉണ്ടല്ലേ? ലൈക്ക് ഒരു ഈ സ്കെഡ്യൂൾ കഴിഞ്ഞ് എടുക്കണം, ലൈക്ക് ഒരു 1 month കഴിഞ്ഞ് എടുക്കണം. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണോ? ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് വാട്ട് മൈ ഡോക്ടർ സേ
ബിക്കോസ് എൻ്റെ ശരീരം, ഐ എം ആൻ ആർട്ടിസ്റ്റ്, ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എൻ്റെ ശരീരം ഇസ് ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ അതെ. ഡോക്ടർ എന്താണോ പറയണത് അതനുസരിച്ചാണ് എല്ലാം കൃത്യമായിട്ട് ചെയ്യണത്. ഡോക്ടറിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? സന്ദീപ് ഡോക്ടർ. സന്ദീപ് ഡോക്ടർ. അമൃതയിലെ സന്ദീപ് ഡോക്ടറാണ് എന്റെ സർജറീസ് ചെയ്തത്. ഈസ് ലൈക്ക് ഗോഡ്. സത്യം, ജീവിച്ചിരിക്കുന്ന ഒരു ഗോഡ് അല്ലേ? ജീവിച്ചിരിക്കുന്ന ഒരു ഗോഡ്. ആൻഡ് ദർ ആർ പീപ്പിൾ ഹു ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദെയർ നെയിംസ്, ബട്ട് എനിക്ക് ഈ ഒരു ജനിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ശരീരം തന്നത് എൻ്റെ അമ്മയും അച്ഛനുമാണ്. ബട്ട് ആഫ്റ്റർ ഈ ഒരു ശരീരം, ഞാൻ ആഗ്രഹിച്ച ശരീരം തന്നവരൊക്കെ എൻ്റെ പാരൻസ് ആണ്. അതെ. സോ ആ തന്ന വ്യക്തികളുണ്ട് 2-3 പേര്. സോ ഓൾവേസ് അവരോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ സന്ദീപ് ഡോക്ടറോട് യാതൊരുവിധ പാകപ്പിഴകളും ഇല്ലാതെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ശരീരം ചെയ്തു തന്നതിലും അദ്ദേഹത്തോടും ഒരിക്കലും മാറ്റാൻ പറ്റാത്ത നന്ദിയുണ്ട്. ഈ കൺസൾട്ടേഷൻ ഡിസ്കഷന് പോകുമ്പോൾ എക്സൈറ്റിംഗ് ആയിരിക്കും, നെർവസ് ആണ്. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഡോക്ടർ ഇത് അങ്ങനെ വരുമോ? ഫസ്റ്റ് ഡോക്ടറോട് വളരെ കൺസേൺ ആയിട്ട് ചോദിച്ചത് എന്താ? ഞാൻ കൺസേൺ ആയിട്ട് പറഞ്ഞത്, ഡോക്ടർ ഐ എം എ ഡാൻസർ. ഓക്കെ, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, എന്റെ ഡാൻസിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് പ്രകാരമായിരുന്നു എല്ലാം പുള്ളി ചെയ്തത്, എല്ലാം. അത് ഭയങ്കര ഹാപ്പി അല്ലേ? ഹാറ്റ്സ് ഓഫ്. ഹാറ്റ്സ് ഓഫ്. അത് കുറെ ആൾക്കാർ ഇങ്ങനെ ഹോർമോൺസ് എടുക്കാൻ പറ്റാതെ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവര് ഒരു ടൈം കഴിഞ്ഞ് പിന്നെ എടുക്കുമ്പോൾ കറക്റ്റ് ആവാറുണ്ടോ? പിന്നെ ഒരു ടൈം തെറ്റി എടുക്കാതെ സ്കിപ്പ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനും സ്കിപ്പ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ലൈക്ക് ഇപ്പൊ ഒരു ഹെക്ടിക് സ്കെഡ്യൂൾ, ഇപ്പൊ ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പോലും ഫ്രീ ഇല്ലാത്ത ഹെക്ടിക് സ്കെഡ്യൂൾ ആയിരുന്നു. ഷോസും ഷൂട്ടൊക്കെ. അപ്പോ ആ ഒരു ഓഗസ്റ്റ് മാസം എനിക്ക് ഓൾമോസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല, ഹോർമോൺസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൻഡ് അത് കഴിയുമ്പോഴത്തേക്കും എടുത്തു തുടങ്ങും. കുറെ സർജറി ചെയ്തിട്ട് അനന്യൊക്കെ ഭയങ്കരമായിട്ട് ലൈക്ക് ഇപ്പോഴും നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അത്രയും ചെറുപ്പം മുതൽ ആഗ്രഹിച്ച് ഒരുപാട് പൈസ കൂട്ടി വെച്ച് ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോയി അത്രയും ബുദ്ധിമുട്ടി സ്വന്തം വീട്ടുകാർ മാറ്റി നിർത്തി, എന്നിട്ട് സർജറി ചെയ്ത് അവർ മരിക്കുന്ന തലേ ദിവസം വരെ ആ അനന്യ ചേച്ചി അത്ര നല്ല റെസ്പോണ്ട് ചെയ്തു, നല്ല പോലെ ശബ്ദം ഉയർത്തി സംസാരിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ടും എത്തിത്തീർന്നു. അത് സപ്പോർട്ടേഴ്സ് ഇല്ലാത്ത കാരണമാണോ അതോ റെസ്പോൺസിബിൾ ആരും മാമിന് എന്താ തോന്നുന്നത്? ഒരു വ്യക്തി അയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്ത് ചിന്തയിലാണ്, ഒരു സെക്കൻഡത്തെ ഒരു ചിന്തയല്ലേ. അപ്പൊ അതെന്തായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. സപ്പോർട്ടേഴ്സ് ഇല്ലായിരുന്നു എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അതുപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ അവരുടെ കൂടെ നിന്നു. അവരുടേന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു, ഓൾസോ ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ നെയിംസ്, ബട്ട് സ്റ്റിൽ ഒരുപാട് പേര് എല്ലാവരുടെയും ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ഇല്ല എന്നുള്ളതൊന്നും ഐ ഡോണ്ട് നോ. പക്ഷെ ഒരിക്കലും എന്താ സഹിക്കാൻ പറ്റാത്ത ഏതോ ഒരു ചിന്ത കടന്നുകൂടിയത് കൊണ്ടാണല്ലോ അങ്ങനെ സർജറി. നമുക്ക് വിഷമമാണ് ഓർക്കുമ്പോൾ തന്നെ. ആൻഡ് ജെൻഡർ പൊളിറ്റിക്സ് ഭയങ്കര സോ കോൾഡ് ആൻഡ് വെരി വെരി പോപ്പുലർ ആയിട്ടുള്ള ഒരു വേർഡാണ്. കാരണം ഒരുപാട് ക്ലാസ്സുകളിലേക്ക് വർക്ക്ഷോപ്പ് എടുക്കാൻ പോകുന്ന സെഷൻ ഇരിക്കാറുണ്ട് മാം പോയിട്ട്. ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്? കുട്ടികൾ പഠിച്ചിരിക്കണമോ? മാമിന്റെ ഒപ്പീനിയനിൽ എന്താ? ഓക്കെ, പഠിച്ചിരിക്കണം, വേണം. യെസ്. കാരണം നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ, പിന്നെ നമ്മുടെ എഗെയിൻസ്റ്റ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻസ്, അതുപോലെ നമ്മുടെ ഒരു അഡൾട്ട് എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ സ്കൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂർ അവയർനെസ് എന്ന് പറയുന്നത്. ബിക്കോസ് തൻ്റെ കൂടെ ഇരുന്ന് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് ഓരോ കുട്ടികളും മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ കുട്ടികൾ അത് മനസ്സിലാക്കാതെ ഈ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ടോർച്ചറിങ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. ആ ട്രോമ ഇപ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ, എൻ്റെ സഹപാഠികളൊക്കെ എന്നെ കളിയാക്കിയിരുന്നവരാണെങ്കിൽ ഇന്നവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ബട്ട് ആ സമയത്ത് അവർ തന്ന ട്രോമ സ്റ്റിൽ ഹോണ്ടിങ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ, കാരണം ചെറിയ പ്രായമാണ്, നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു വിഷമം ഇറ്റ്സ് അൺബെയറബിൾ. സോ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ആ കൂടെ ഇരിക്കുന്ന കുട്ടികളിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല, ഇറ്റ്സ് നോർമൽ.
അവരവരുടേതായ രീതിയിൽ, നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അവരവരുടേതായ രീതിയിൽ ഇരിക്കുന്നു, നോർമലാണ് എന്നുള്ള ഒരു നോർമലൈസ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർ ഏതോ ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പൊ ഒരുപാട് ചേഞ്ച് ആയി. കുറച്ച് മുന്നത്തെ കാര്യമാണ് ഞാൻ അപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഒരു അന്യഗ്രഹ ജീവികളെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെന്ന് ഒരുപാട് മാറി വന്നതില് ഇനിയും മാറി വരാനുണ്ട്. കാരണം എല്ലാ മേഖലകളിലും ഇത് നോർമലൈസ് ചെയ്യപ്പെടണം. ഈവൻ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ചെയ്താൽ പോലും ട്രാൻസ് യുവതി മരിച്ചു, സത്യം, ന്യൂസിൽ അത് അങ്ങനെയാണ് പറയണത്. അതേസമയം അഭിജിത്ത് എന്ന് പേരുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അഭിജിത്ത് മരിച്ചു, നോട്ട് ആണ് മരിച്ചു. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടണം. ഇതിന് ഈ ഒരു ക്യൂർ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കൊടുക്കണം. ആൻഡ് പീപ്പിൾ ഔട്ട് ദെയർ എന്താണ് കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ബ്രെയിൻ വാഷ്. അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ബ്രെയിൻ വാഷ് ചെയ്ത് കുട്ടികളെ ട്രാൻസ്ജെൻഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അവയർനെസ് എന്ന്. സോ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടായിട്ട് ഞാൻ പറയാണ്, അങ്ങനെ ഒരാളെയും ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. ഒരിക്കലും മാറ്റാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് നമ്മുടെ മാനസികവും ശാരീരികവും വൈകാരികവും ഇമോഷണൽ, മെന്റൽ, ഫിസിക്കലായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അതൊരിക്കലും ആരെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ ആവില്ല. ഇനി ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഒരു ട്രാൻസ്മെന്റ് തിരിച്ചു പോകാനും പറ്റത്തില്ല. ബിക്കോസ് അവർ ചൂസ് ചെയ്തൊരു ലൈഫാണ്. ഇറ്റ്സ് ഫ്ലൂയിഡ് ആണെന്നാണ് പറയണത്. ഇത് എപ്പോൾ വേണമെങ്കിലും മാറാം എന്നാണ് പറയണത്. സോ ഐ നോ പീപ്പിൾ ഒരു ചെറിയ പ്രായത്തിൽ വളരെ ഫെമിനൈൻ ആയിരുന്നവർ കുറച്ച് വളർന്നപ്പോഴത്തേക്കും അവർ ആ ഫെമിനൈൻ ക്യാരക്ടർ അവർക്ക് ഉണ്ടായിരുന്നത് പോലും ഇല്ലാണ്ട് മാറിപ്പോകുന്നു. സോ ഇറ്റ് ഇസ് ഫ്ലൂയിഡ്, അത് മാറാം. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ബ്രെയിൻ വാഷ്. ഇതൊരു അവയർനെസ് ആണ്. അത് ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ. ഈ ക്ലാസ്സിന് സെഷനൊക്കെ പോയിരിക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് റെസ്പോൺസ് എങ്ങനെ? ലൈക്ക് കേൾക്കുന്ന സെയിം ഏജിലുള്ള ആൾക്കാരാണെങ്കിലും ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, ഇന്ററാക്ട് ചെയ്യാറുണ്ടോ, സംസാരിക്കാറുണ്ടോ ഇതിനെ കുറിച്ച്? ഇന്ററാക്ഷൻസ് ആണ്. സോഫാർ ഞാൻ പോയിടത്ത് നിന്നൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ആണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ എല്ലായിടത്തും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ട്രാൻസ്വുമന്റെ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ ഇത്രയധികം നെഗറ്റീവ് കമന്റ്സ് വരുന്നത്? നമ്മൾ പറയാണ് സമൂഹം ഒരുപാട് മാറി, സമൂഹത്തിൽ അക്സെപ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളൊരു ട്രാൻസ്വുമൻ ഇടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അതിന് കീഴിൽ പോയി നോക്കിയാൽ എന്തോരം നെഗറ്റീവ് കമന്റ്സ് ആണ്. നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ക്രിട്ടിസൈസിങ് അല്ലെങ്കിൽ വിമർശിക്കുകയല്ല ചെയ്യണത്, ഇറ്റ് ഇസ് പച്ച തെറി പറയുക ചെയ്യണത്. സോ അതെങ്ങനെയാണ് വരുന്നത്? സോ ഇപ്പോഴും ഈ അവയർനെസ് കറക്റ്റായിട്ട് പോയി എത്തിപ്പെടാത്ത ഒരു മേഖലയുണ്ട്. ആ മേഖലയിലെ അവയർനെസ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്കത് സക്സീഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അത് ശ്രമിക്കണം. നമുക്ക് എന്തായാലും ചെറിയ പ്രായം മുതൽ ഇങ്ങനെ ഒരു ഫീലിങ്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വരുന്നത് ഡെഫിനറ്റ്ലി ഒരു ബോയിനെ കാണുമ്പോൾ നമുക്കൊരു ഫീലിങ്സ് വരും. സോ ചൈൽഡ്ഹുഡിൽ അങ്ങനെ ഒരു ക്രഷ് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? യു ഡോണ്ട് നീഡ് റിവീൽ ദ നെയിം. അങ്ങനെ ഒരു ഓർമ്മയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഐ ഹാഡ് എ ക്രഷ്. ഓക്കെ, ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല. ആൻഡ് ഞങ്ങള് ഒരുമിച്ച് ചെറിയ പ്രായം മുതലേ പഠിച്ചതാണ്. ആൻഡ് യു നോ വൺ തിങ്, ഹീ ഹാഡ് ഒരു ഞങ്ങളുടെ ക്ലാസ്, ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. ഞങ്ങളുടെ തന്നെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഈ ഫ്രണ്ട് സ്നേഹത്തിലാവുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നു, ഇഷ്ടാവുന്നു. ആൻഡ് എനിക്ക് ഗേൾസ് ആയിരുന്നു കമ്പനീസ്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ. സോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഞാൻ. ആൻഡ് ഐ വാസ് ലൈക്ക് സോറി ടു സേ ദാറ്റ്. നല്ലതുപോലെ അവരെ പിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. ബട്ട് ദെൻ ദ സ്റ്റോറി അത് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇറ്റ് ഇസ് ലൈക്ക് I had crush on her എന്നുള്ളത്. Because at that time, it's not normal. ഞാൻ ആ ഒരു ഏജിൽ ഞാൻ കമ്മൗട്ട് ആയിട്ടില്ലല്ലോ. ബിക്കോസ് എല്ലാവർക്കും അറിയത്തുമില്ല അറ്റ് ദാറ്റ് ടൈമിൽ ഇങ്ങനെയൊക്കെ ആണെന്നും അറിയില്ലല്ലോ. സോ കഥ പുറത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് ആ പെൺകുട്ടിയോട് ഇഷ്ടം കാരണം, ബട്ട് ഇത് ഇപ്പോഴും ആർക്കും അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എന്റെ ഏതൊരു ക്ലോസ് സ്റ്റുഡന്റിന് മാത്രമേ ഈ സ്റ്റോറി അറിയാവുള്ളൂ. ബിക്കോസ് ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ഗ്യാങ്ങിനകത്തുള്ള ഒരു എന്റെ സ്റ്റുഡന്റ് ആണ്. ഇതിപ്പോ ഞാൻ
പബ്ലിക്കായിട്ട് റിവീൽ ചെയ്യുന്നത് ആദ്യമാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവർക്കും തലക്ക് കത്തല്ല എന്തായാലും ഞങ്ങൾ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ മനസ്സിലാവും. പറ്റും. ആൻഡ് ഇപ്പൊ നിങ്ങളുടെ ഇതിൽ നിന്ന് പറയുമ്പോ ഇങ്ങനെ ഉണ്ട് അമ്മ മകൾ, അത് ഇറ്റ്സ് റിയലി നൈസ് ഗുഡ് റിലേഷൻഷിപ്പ്, ബ്ലഡിലല്ലാതെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളത്. അതെ, അത് സ്പെഷ്യൽ ആണോ ആക്ച്വലി? അമ്മ മകൾ അഡോപ്റ്റ് ചെയ്യുന്നൊക്കെ പോലെ അതിന്റെ ഒരു സമ്പ്രദായം നമുക്കൊന്ന് പറയാൻ പറ്റും? അതിറ്റ് സ്പെഷ്യൽ ബിക്കോസ് നമുക്ക് കുറെ ആൾക്കാർ നമ്മളെ സറൗണ്ട് ചെയ്യാൻ ഉണ്ട് എന്ന് പറയണത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക്. സപ്പോർട്ടിനുപരി നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ കുറെ ആൾക്കാർ. ഇപ്പം ചിലപ്പോൾ ആസ് എ ട്രാൻസ് വ്യൂമൻ എനിക്ക് ഒരു സിസ് പേഴ്സണോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരിമിതികൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ എനിക്കൊരു ട്രാൻസ് വ്യൂമൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ് പേഴ്സണോടായിരിക്കും എനിക്കത് കൂടുതലായിട്ട് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നത്. അവർക്കായിരിക്കും അതിന്റെ എല്ലാ രീതിയിലും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നത്. കാരണം ഒരു സിസ്ജെൻഡർ പേഴ്സൺ ഇപ്പൊ എത്രത്തോളം അതിനെ മനസ്സിലാക്കുമെന്ന് നമുക്കറിയില്ല. സോ ആ രീതിക്ക് നോക്കുമ്പോഴത്തേക്കും ഇത്തരം ഒരു ഫാമിലി ഗുഡ്. അത് നല്ല രീതിയിലാണെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ്. അതെ, എല്ലാത്തിനും ചീത്ത നല്ല എല്ലാത്തിനും രണ്ട് വശങ്ങളുള്ള അങ്ങനെ. ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ സർജറി ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറെ ഹെയർ വേണം, ഷോർട്ട് ഹെയർ വേണം, അങ്ങനെ പ്ലാൻഡ് ആയിരുന്നോ എല്ലാം? എനിക്ക് ഇങ്ങനെ ഒരു ഒറയിൽ എനിക്ക് നടക്കാനാണ് ആഗ്രഹം, അങ്ങനെ എട്ടായിരം എനിക്ക് ഇങ്ങനെ നടക്കാം, അങ്ങനെ പ്ലാൻഡ് ആണോ ആക്ച്വലി? അത് കമൗട്ട് ആവുന്നതിന് ശേഷമല്ല, ഈവൻ അതിനു മുമ്പ് തന്നെ എനിക്ക് എന്റേതായ ഒരു രീതി ഉണ്ടായിരുന്നു, എന്റേതായ ഒരു സ്റ്റൈലിംഗ് ഉണ്ടായിരുന്നു. ബിക്കോസ് ബിഫോർ അദ്രിജ ഓൾസോ ദ വേ ആസ് എ ഡാൻസർ, ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ എന്നെ ക്യാരി ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് എന്നെ അറിയുന്നവർക്ക് ആ സമയം മുതലേ അറിയുന്നവർക്ക് അറിയാം. സോ അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യണത്. സോ എന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് വളരെ ചൂസി ആയിട്ട് തന്നെ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. യെസ്, കുറെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടല്ലോ, ആൻഡ് വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പോൾ മോർ ദാൻ കുറെ സ്റ്റുഡൻസിനെ എടുക്കുന്നത്. സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് എങ്ങനെ? കാരണം അതിലോട്ട് വരുമ്പോൾ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത്രയും ദിവസങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. സോ എല്ലാവരും പാരന്റ്സ് ആഗ്രഹിക്കുന്ന ലൈക്ക് ഒരു നല്ലൊരാളുടെ ഒരു കീഴിൽ പഠിപ്പിക്കണം. അങ്ങനെ വരുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ഒക്കെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് വലിയൊരു പാട്ടാണ് അദ്രജ എന്ന് പറയുന്ന ഒരു ട്യൂട്ടോറിയൽ പറയുന്ന ഒരു ക്ലാസിക്കൽ ടീച്ചർ എന്ന് പറയുന്ന രീതിക്ക്. അത് എത്രത്തോളം സ്പെഷ്യൽ ആണ്? ഭയങ്കര റെസ്പോൺസിബിലിറ്റി പിടിച്ച പണിയാണത്. ഹൗ സ്പെഷ്യൽ ദാറ്റ് ഇസ്? സോ ടീച്ചിങ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റേജ് എനിക്ക് വളരെ സ്പെഷ്യൽ ആണെന്ന്. അതുപോലെ തന്നെയാണ് ടീച്ചിങ്ങും ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ടീച്ച് ചെയ്യുന്ന സമയത്ത് ഐ ഫീൽ സോ സ്പെഷ്യൽ, ഐ ഫീൽ ലൈക്ക് എ മദർ. സോ അത് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ, കുട്ടികളും അവരുടെ പാരൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രോങ് പില്ലേഴ്സാണ് എൻ്റെ. അതായത് ഞാൻ കമൗട്ട് ആവുന്ന സമയത്ത് ഞാൻ അവരോട് അത് ഡിസ്കസ് ചെയ്തു. സോ എവ്രി വൺ ലൈക്ക്, അതായത് എൻ്റെ അക്കാഡമികളൊക്കെ ഇരിക്കുന്നത് കുറച്ചിങ്ങനെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലാണ് ബേസ് ചെയ്യണത്. നോട്ട് സിറ്റി മേഖലയിലല്ല ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. സോ അവിടേക്ക് ഉള്ള സാധാരണ ആൾക്കാർ, അവർക്ക് ഈ പറയുന്ന പോലെ ഇതിനെക്കുറിച്ചൊന്നും വലിയ അവബോധം ഇല്ലെങ്കിൽ പോലും ദേ വെർ ലൈക്ക്, അതിനെന്താ ടീച്ചറെ, ഞങ്ങളുണ്ട്, വി ആർ ഹിയർ എന്നുള്ള രീതിയിൽ എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. സോ എൻ്റെ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ആർ സോ സ്പെഷ്യൽ ടു മൈ ഹാർട്ട്. വെരി സ്പെഷ്യൽ ടു യുവർ ഹാർട്ട് അല്ലേ? കുറെ ആൾക്കാർ ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ അവരെ തരം താഴ്ത്തുന്ന രീതിക്കുള്ള ഒരു, എനിക്കറിയത്തില്ല ഫെയിം കിട്ടാനാണോ, ഞാൻ പേരൊന്നും ആരൊക്കെ റിവീൽ ചെയ്യുന്നില്ല, ഫെയിം കിട്ടാനാണോ അറിയത്തില്ല, എന്തിനു വേണ്ടി പുറകെ ഇങ്ങനെ സിനിമകളിൽ നിന്ന് അവസരങ്ങൾ വരുന്നു. രണ്ടാം തന്നെ ഗണത്തിൽ നിന്നാണ് എനിക്ക് വരുന്നത്. കുറേ അതിനെ ഒരുപാട് ക്രിട്ടിസൈസ്, ആൾക്കാർ ഓൾറെഡി ട്രോൾ, അങ്ങനെ പോകുന്നുണ്ട്. സോ മാമിന് എന്താ തോന്നുന്നത്, ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെയൊക്കെ? അവര് ആക്ച്വലി സെൽഫ് വർത്ത് മനസ്സിലാക്കാത്ത കാരണമാണോ? എന്താ സംഭവം മാമിന് തോന്നുന്നത്? പണ്ടൊരു ചൊല്ല് പറയില്ലേ, നാണം കെട്ടും പണം നേടുകിൽ നാണക്കേട പണം മാറ്റിടും എന്നൊക്കെ പറയുന്ന പോലെ. സോ നമുക്കൊരു വേർത്ത് ഉണ്ടല്ലോ, അതെ, നമുക്ക് റെസ്പെക്ട് നമ്മളോടില്ലേ. സോ ആ റെസ്പെക്റ്റിന് നമ്മൾ കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ബിഗ് ബോസ് ഷോസ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ഇറ്റ്സ് ലൈക്ക് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബിക്കോസ് ഓഫ് ആ ഒരു ചാനൽ പ്രോപ്പർ അല്ലാത്തതായതുകൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഉണ്ടോ വൈൽഡ് കാർഡ്, കാരണം ട്രാൻസ്ജെൻഡർ മേഖലയിൽ നിന്നൊരു ഡാൻസറാണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനാണോ എന്ന രീതിയിൽ ഒരുപാട് പേര് എന്നോട്
അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഈ ഈ ഷോകളായാലും ശരി, ബിഗ് ബോസ് ആയാലും ശരി, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയാലും ശരി, തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അതായത് ആൾക്കാർക്ക് ഈ ഇത്തരം എന്താണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കാര്യങ്ങളാണ്, കോൺട്രവേഴ്സീസ് ആണ് ഇഷ്ടം. ഇതാണ് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇറ്റ് ഇസ് നോട്ട് റോങ് ആണതല്ലേ, അത് തെറ്റാണ്. കാരണം നമ്മുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് വാല്യൂ അതാണ് ആ വേർഡ്, മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നമുക്ക് പറ്റണം. സൊസൈറ്റിയോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് നല്ല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സൊസൈറ്റിയെ വാർത്തെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അവരെ എന്റർടൈൻ ചെയ്യാൻ പറ്റണം. കാരണം അവർ നമ്മളെ കാണുകയാണ്. അതെ. സോ അവരോട് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവണം. സോ ബിക്കോസ് ഓഫ് ദം വി ആർ ഹിയർ. സോ ആ ഒരു റെസ്പെക്റ്റ് അവരോട് ഉണ്ടാവണം. അവർക്ക് നല്ല കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അവരത് അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് അത് വേണം. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഓൾവേസ് ഈ നെഗറ്റീവ് സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കും അത് നെഗറ്റീവ് ഷെയ്ഡ് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നമ്മള് ഇപ്പോ ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോ ഓഫ് കോഴ്സ് എന്നെ പോലെയുള്ള ഒരു വാല്യൂ ഉള്ള ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ കാണുമ്പോൾ എല്ലാം വഴക്കാണെന്ന്. സത്യം, ശരിക്കും വളരെ നിലവാരം താഴ്ന്ന പ്രശ്നങ്ങളും വഴക്കുകളുമാണ് നടക്കുന്നത്. തോന്നാറുണ്ട്. ബിക്കോസ് ഇങ്ങനെയല്ല ആൾക്കാർക്ക് വേണ്ടത്. അതൊരു തെറ്റിദ്ധാരണയാണ്. ആൾക്കാർക്ക് വഴക്കിടുന്നതാണ് കാണാൻ ഇഷ്ടം എന്ന തെറ്റിദ്ധാരണയാണ്. അത് തെറ്റാണ്. നമ്മൾ വാല്യൂ ഉള്ള കാര്യങ്ങൾ നമ്മൾക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യണം ഇൻ എ ഗുഡ് വേ, നോട്ട് ഇൻ എ ബാഡ് വേ. നമ്മൾ നെഗറ്റീവ് സാധനങ്ങൾ കൊടുത്തല്ല അവരെ എന്റർടൈൻ ചെയ്യേണ്ടത്. അതല്ല അവർ ആഗ്രഹിക്കണത്. ബിക്കോസ് ഞാനൊരു ഓഡിയനാണ്, ഒരു കാഴ്ചക്കാരിയും കൂടിയാണല്ലോ. സോ ഇത്തരം ഷോകളിലും ആയാലും ഇത്തരം ഇന്റർവ്യൂസ് ആയാലും ഒക്കെ വാല്യൂ എന്ന് പറയുന്ന സാധനം നമ്മൾ ഓൾവേസ് കീപ്പ് ചെയ്യണം. യെസ്, അതാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. നമ്മളെ കാണുന്നവര് അത് അർഹിക്കുന്നു. അത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. യെസ്. ദിസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് യുവർ ഡ്രീം? ഇനി കുറെ അച്ചീവ് ചെയ്തു, ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, ലൈക്ക് നല്ലൊരു ഫെയിം കിട്ടുന്നു, ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ സറൗണ്ടിൽ ഉണ്ട്, റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഡെഫിനറ്റ്ലി സ്വപ്നത്തിലൂടെ എത്തിപ്പെടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി എന്ത് അച്ചീവ് ചെയ്യണമെന്നാണ് ആഗ്രഹം? ബക്കറ്റ് ലിസ്റ്റിൽ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതില് ഇപ്പൊ നിലവിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആസ് ഐ സെഡ് ബിഗ് ബോസ് ഷോ ആണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട്. ബിക്കോസ് ലൈക്ക് ഒരു ഡ്രീം പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വാട്ട് വിൽ ബി യുവർ? ഓഫ് കോഴ്സ് യെസ്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ? യെസ്, ബിക്കോസ് ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ഒരു സ്റ്റേജ് പെർഫോമർ ആണ്, എന്റർടൈനർ ആണ്. ഐ നോ വാട്ട് ഓഡിയൻസിന് എന്താണ് വേണ്ടതെന്ന് അറിയാം. അതിങ്ങനെ നെഗറ്റീവായിട്ട് വഴക്ക് കൂടിയല്ല കൊടുക്കേണ്ടതെന്നും എനിക്കറിയാം. സോ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്, എന്നെ പോലെയുള്ള ആർട്ടിസ്റ്റിന് ഡിമാൻഡ് ചെയ്യണം. അതിലുപരി മുൻകാലങ്ങളിൽ ട്രാൻസ്ജെൻഡർ പ്രാതിനിധ്യം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഐ എം നോട്ട് സേയിങ് എവ്രിവൺ, ബട്ട് I don't want to mention names. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഇങ്ങനെയാണ്, ട്രാൻസ്ജെൻഡർ പീപ്പിൾസ് കേഴ്സ്, ട്രാൻസ്ജെൻഡർ പീപ്പിൾ ഇങ്ങനെയാണ്, അവര് മെന്റലി ദേ ആർ നോട്ട് ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലുപരി പുറത്തെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യരെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. സോ അതിനെ മാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിന് എന്നെ പോലെയുള്ള വ്യക്തികളാണ് ബിഗ് ബോസ് ഡിമാൻഡ് ചെയ്യണത്. സോ ഓഫ് കോഴ്സ് ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ദെൻ എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള പിന്നെ ദർ ഇസ് 2 person who was so close to my heart. Okay. Also I don't want to mention names. Yeah, it's fine. So I can understand. Yeah, അവര് രണ്ടുപേരും എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരണം. കാരണം ഞാൻ ആഗ്രഹിച്ച എല്ലാവരും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. യെസ്, എല്ലാവരും. സോ ഐ എം സോ ഹാപ്പി. ആൻഡ് ഈ 2 വ്യക്തികള് വാസ് സോ ഡിയർ. ലൈക്ക് അങ്ങനെ ആയിരുന്ന 2 വ്യക്തികൾ സ്പെഷ്യൽ ആയിരുന്നു. സോ അവർ രണ്ടുപേരെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യാറുണ്ട് സംടൈംസ്. If they watching, what will be your response for them? എല്ലാവർക്കും മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട്, തെറ്റുകൾ പറ്റാറുണ്ട്. സോ അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റണമല്ലോ. അതിനാണ് ക്ഷമ പറയുന്നത്. ഐ നോ ഔട്ട് ഓഫ് ലവ് ആണ്. ഐ നോ
but still sometime I feels like okay പോവാൻ പറയേ എന്ന് തോന്നും. സംടൈംസ് ഐ മിസ് ദം ബാഡ്ലി മിസ്. സോ ലൈഫിലോട്ട് എല്ലാം വരട്ടെ, എന്തായാലും വരും. കാരണം ഒരുപാട് കാര്യങ്ങൾ നേടിയിരിക്കുന്ന ഒരാളുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. ആൻഡ് യു ലവ് യുവർ സെൽഫ്, അതങ്ങനെ തന്നെ പോട്ടെ. ആൻഡ് ഡാൻസ് പെർഫോമൻസും ക്ലാസ്സും വർക്ക്ഷോപ്സ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ സച്ച് വണ്ടർഫുൾ ക്വസ്റ്റ്യൻസ്. താങ്ക് യു സോ മച്ച് ഫോർ സച്ച് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ടൈമിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സോ മച്ച്.